ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് ദാനമായി തന്നു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടും സുഖത്തോടും ക്ഷേമത്തോടും ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നല്ലവനായിരുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കർത്താവ് നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തുടർമാനമായിട്ട് ഹല്ലേലൂയ നമ്മൾ പ്രഭാത സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ലക്ഷണങ്ങളും അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അല്പസമയം ചിന്തിപ്പാനിടയായതിന് ആധാരമായിട്ട് ഇന്നും ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: നിങ്ങൾ അറിയായിക കൊണ്ട് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവനെ അതാത് വേലയും കൊടുത്തിട്ട് വാതിൽക്കാവക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്നോ അറിയായിക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉണർന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കറിയാം സുവിശേഷങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമായി ഇത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് യേശു ഹല്ലേലൂയ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷത്തിലും മർക്കോസിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കിത് കാണുവാൻ കഴിയുന്നു. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. വേറെ ഒരിടത്ത് പറയുന്നു ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, ഉണർന്ന് ഒരുങ്ങിയിരിപ്പീൻ. ദൈവത്തിന് മത്തായി സുവിശേഷത്തിലാണ് പറയുന്നത് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരാകണം, ഉണർന്നിരിക്കുന്നവരാണ്. കർത്താവിൻ്റെ വരവ് ഏത് സമയത്തൊന്നും നമ്മൾ അറിയുന്നില്ല പ്രിയമുള്ളവരെ. എത്രയും പെട്ടെന്ന് നമ്മുടെ കർത്താവ് വരും. ഹല്ലേലൂയ. അതിനിയും താമസിക്കത്തില്ല. അതാ സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത്. ഈ അധ്യായത്തിനോടനുബന്ധിച്ചിട്ട് ദൈവത്തിന് നമ്മൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഒന്നാമതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത്: ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് കർത്താവ് പറയുകയാണ് ഹല്ലേലൂയ, നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. എൻ്റെ പേരെടുത്തുകൊണ്ട് അനേകർ കടന്നു വരും, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്. അത് സംഭവിക്കേണ്ടതിന് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതിയോടും രാജൻ രാജ്യത്തോടും എതിർക്കും. അവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുകയാണ്, നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ കൂടി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ, ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ. ദൈവത്തിന് സ്തോത്രം. ആരംഭം കുറിക്കുന്നു എന്നേ ഉള്ളൂ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാനാകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ പേരെടുത്ത് പലരും വരും. ഹല്ലേലൂയ. ഇന്ന് അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ. പലരും ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ പേരെടുത്തുകൊണ്ട് ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ പലരെ തെറ്റിക്കുവാൻ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളായിരിക്കുന്നത്. അതിന്ന് രാവിലെ സമയം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണമെന്ന് ദൈവജനം പറയുന്നു. പിന്നെയും പറയുന്നു, എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അതിൻ്റെ 9-ാം വാക്യം: അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പേ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും. എന്താ? എൻ്റെ പേരെടുത്തുകൊണ്ട് വരുന്നവർ അല്ല. നിങ്ങൾ 9-ാം വാക്യം വായിക്കുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങളും കഷ്ടങ്ങളും വേദനകളുമൊക്കെ ഉണ്ടാകുമെന്ന്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്നിട്ട് പറയുകയാണ്, എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻപ് കൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. അപ്പോൾ
കർത്താവ് നമ്മളോട് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു തരും എന്താ അവിടെ പറയേണ്ടതെന്ന്. അതുകൊണ്ട് ദൈവത്തിന് നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിച്ചു കൊള്ളുവേ. നിങ്ങൾക്ക് പറയേണ്ടത് അതാത് സമയത്ത് നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയും, നിങ്ങളത് പറയുവീനെന്നോ ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭ്രമിച്ചു പോകരുത്, നമ്മൾ ഭാരപ്പെട്ടു പോകരുത്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പരാജയങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതൊക്കെയും ദൈവത്തിന് വിളിച്ചറിയിക്കും നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നുവെന്ന. കർത്താവ് എത്രയും പെട്ടെന്ന് വരും. ഇനി താമസിക്കത്തില്ല, വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല എന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാം കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളെ സൂക്ഷിച്ചു കൊള്ളുവേ. നിങ്ങളെ നാടുവാഴികളുടെ മുമ്പിലും പള്ളികളിലും ഒക്കെ വെച്ച് നിങ്ങളെ ഉപദ്രവിക്കും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവേ. ദൈവമക്കളെ നമ്മളെ വളരെ 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 ഈ ദിവസങ്ങളിൽ സൂക്ഷിച്ച് ദൈവസ്ഥലയിൽ മുന്നേറേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നിങ്ങളോട് മുൻകൂട്ടി നിങ്ങൾ അവിടെ വെച്ചൊന്നും പറയേണ്ട. കർത്താവ് തമ്പുരൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും പറയേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ തരുന്നത് നിങ്ങൾ പറയുവീനെന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. പിന്നെയും നമ്മൾ വായിക്കുന്നു, സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്ന 23-ാം വാക്യത്തിലാണ് ദൈവത്തിന് നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളുവീൻ, ഞാനെല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ. അത് മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതാ ക്രിസ്തു ഇവിടെയെന്നും അതാ അവിടെയെന്നും പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുമെന്ന്. വല്ലാത്ത പ്രതിസന്ധികൾ, വലിയ കള്ളപ്രവാചകന്മാർ കള്ളക്രിസ്തുക്കൾ കടന്നു വന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. മോശയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തെ വെടിവെപ്പാനായിട്ട് അവൻ കടന്നു ചെന്നപ്പോൾ മോശ വടിയിട്ട് സർപ്പത്തെ, ദൈവത്തിന് സ്തോത്രം, വടി സർപ്പമായി തീർന്നതുപോലെ അന്ന് അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദികളും കള്ളപ്രവാചകന്മാരും ഒക്കെയും ദൈവത്തിന് സ്തോത്രം അവരും വടി നിലത്തിട്ട് സർപ്പമാക്കി തീർത്തായിട്ട് നമ്മളവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന. എന്നാൽ ദൈവത്തിന് സ്തോത്രം മോശയുടെ സർപ്പം ഈ മറ്റ് സർപ്പത്തെ വിഴുങ്ങിക്കളഞ്ഞതായിട്ട് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. അതുപോലെ അടയാളങ്ങളും അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരും വരും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവേ. ദൈവത്തിന് സ്തോത്രം. പിന്നെയും നമ്മൾ വായിച്ചു അതിൻ്റെ 33-ാം വാക്യമായി നിങ്ങൾ അറിയായോണ്ട് സൂക്ഷിച്ചു കൊള്ളുവേ. എന്താണ് ദൈവത്തിന് സ്തോത്രം? നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ലെന്ന. കർത്താവിൻ്റെ പ്രകാരമെന്ന പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവേ. എന്നിട്ട് അവിടെ പറയുന്നത്, ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവൻ അതാത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂന്ന നേരത്തോ രാവിലെ എപ്പോൾ വരുമെന്ന് അറിയായതുകൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കാൻ ഉണർന്നിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഒരു ഉപമയും അവിടെ പറഞ്ഞിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പെട്ടെന്ന് ഉറങ്ങുന്നവരായി കാണാതിരിക്കുവാൻ ഉണർന്നിരിപ്പീൻ. ഇപ്പോൾ നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്ന് 2-3 പ്രാവശ്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഉണർന്നിരിപ്പീൻ. വേറൊരിടത്ത് പറയുകയാണ്, നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവേൻ. ഒത്തിരി ഇടത്ത് പറയുക, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവേൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വാക്യം അവിടെയും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവത്തിന് സ്തോത്രം. നമ്മളിങ്ങനെ അവിടെ വായിക്കുമ്പോൾ കാണുന്ന എന്തുവാ? ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. അതിൻ്റെ മേളിൽ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? അതിഭാഷണത്താൽ അതിഭക്ഷണം. ദൈവത്തിന് സ്തോത്രം. വല്ലാത്ത ഭക്ഷണം കഴിക്കണമെന്നുള്ള ആഗ്രഹം ജീവിതത്തിൽ കടന്നു വരും നിങ്ങളുടെ ഹൃദയം. മദ്യപാനം, പ്രൈസറാണ്. നമുക്കറിയാം മദ്യപാനത്തിൻ്റെ ആസക്തി വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഉപജീവന ചിന്തകൾ, എന്ത് കഴിക്കും എന്തുടുക്കുമെന്നൊക്കെ ചിന്തിച്ച് വല്ലാത്ത പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. നിങ്ങൾ ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ ഇവിടെയും പറയുക, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. വല്ലാത്ത അതിഭാഷണത്താലും മദ്യപാനത്തിലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. പ്രിയമുള്ളവരെ, നമ്മളെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അനേകരെന്ത് കഴിക്കും, ദൈവത്തിന് അതിയായി കഴിക്കണമെന്നുള്ള താല്പര്യം. മദ്യപാന ആശയത്തെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു
കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം. ചെയ്യുന്ന ചിന്തകൾ എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് കഴിക്കും, എങ്ങനെ ആയിത്തീരുമെന്ന് ചിന്തിച്ച് വല്ലാതെ കടന്നു പോകുന്ന കാലഘട്ടം. ഇതൊക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ ഇന്ന് രാവിലെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിന് ഇതൊന്നും കെണി പോലെ വരാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സൂക്ഷിച്ചുകൊള്ളുവാൻ അനേക കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ. ഈ ദിവസങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുക. അതിൻ്റെ 8-ാം വാക്യം വായിക്കുന്നു, അതിനാരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇത് ഞാൻ മാർക്കോസിലെ ഞാനാകുന്നു എന്ന് പറഞ്ഞ് എന്നും സമയം അടുത്തിരിക്കുന്നത് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വരുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം ഈ കാലഘട്ടം വല്ലാത്ത പ്രിയമുള്ളവർ. നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ദൈവസഭകളൊക്കെ അധപ്പതിച്ചു വന്നു. ഈ ദിവസങ്ങളിൽ ദൈവസഭകൾ ശക്തരായി, ദൈവസഭ ശക്തമായി മുന്നോട്ട് പോകണം. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവസഭയിൽ ഉണ്ടാകട്ടെ. ആരാധിക്കുന്ന കൂട്ടം, ഹല്ലേലൂയ, ഉണർന്നിരുന്ന ദൈവസഭയെ കരയുന്ന ഒരു കൂട്ടം ഈ ദിവസങ്ങളിൽ സഭയ്ക്കകത്ത് ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേട്ടുകൊണ്ട് ഇന്ന് രാവിലെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ഉണർന്നും പ്രാർത്ഥിച്ചും ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികമായിട്ടിരിക്കേണ്ട കാലഘട്ടമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഹല്ലേലൂയ, ആകെ ഈ സംഭവങ്ങളെല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീനെന്ന ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്കങ്ങനെ കഴിയിട്ട് പ്രിയമുള്ള ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ദൈവസന്നിധി ശക്തരായി മുന്നേറുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് വരുവാനുള്ള വരും താമസിക്കത്തില്ല. ഇനിയും ഹല്ലേലൂയ തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദൈവത്തിന് സ്തോത്ര വിശ്വാസ മാർഗം സ്വീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നിങ്ങളെ ഞാൻ മാടി വിളിക്കുകയാണ് രാവിലെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് കടന്നു വാ. ദൈവത്തിന് നിങ്ങളെ ചേർക്കുവാൻ കർത്താവ് വരാറായി. ദൈവത്തിന് സ്തോത്രം. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവെ സമർപ്പിക്കുന്ന കർത്താവെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സൂക്ഷിപ്പാൻ, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ കർത്താവെ. നിന്റെ വരവ് അടുത്തിരിക്കുകയാണല്ലോ കർത്താവ്. ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.